ഹലോ, ഇന്നൊരു പ്രത്യേകതയുള്ളൊരു വ്ലോഗാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇന്ന് ഡ്യൂട്ടിക്ക് പോകാതെ ഞാൻ നേരെ നാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറച്ച് നാൾ മുമ്പല്ലേ നാട്ടിൽ പോയി വന്നതെന്ന്. അതെ, ഞാനൊരു 2 months ബിഫോർ ഞാൻ നാട്ടിൽ വന്ന് പോയേ ഉള്ളൂ. പക്ഷേ എനിക്ക് വീണ്ടും ഒരു 10 ഡേയ്സും കൂടെ ലീവുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഞാൻ ഇപ്രാവശ്യം ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി 2 ഡേയ്സ് ബിഫോർ നേരത്തെ പോയി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് ഇത്തവണയും. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വരും. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഒരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. 8:55 എൻ്റെ ഫ്ലൈറ്റ്. ഇത്തവണ ഞാൻ എയർ അറേബ്യയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ സൂര്യനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല പ്രഭാത രശ്മികളേറ്റുകൊണ്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്വന്തം പൈനാപ്പിൾ ബിൽഡിങ്ങിനോട് യാത്ര പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തിയിട്ടോ. അബുദാബി ടെർമിനൽ, ന്യൂ ടെർമിനൽ, സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അതിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. ഇനി ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി നാട്ടിൽ പോയപ്പോൾ ചെയ്ത പോലെ തന്നെ എൻ്റെ ചെക്കിൻ ലഗേജ് തലേദിവസം തന്നെ ഞാൻ ചെക്കിൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇത്തവണ എനിക്ക് ഹാൻഡ് ബാഗേജ് മാത്രമായിട്ടാണ് എനിക്ക് വേറെ ഒന്നും ചെക്കിൻ ചെയ്യാനില്ല. പെട്ടെന്ന് തന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ഫ്രീ ഏരിയാസിലെത്തി. അങ്ങനെ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഫുഡ് കോർട്ടിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു. മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ അങ്ങനെ തിരക്കില്ലാത്ത എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ടോ, പിസ്സ കണ്ടപ്പോൾ എനിക്ക് ഇറ്റലിയിൽ പോയത് ഓർമ്മ വന്നു. റോമിൽ പോയപ്പോൾ പിസ്സ കഴിച്ചതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. ആ ഏരിയയിൽ നിന്ന് വേറെ സ്ഥലത്തും കോഫി ഷോപ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നടന്നു, എൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു. എൻ്റെ ഗേറ്റ് D49 ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് ഒരു കോഫി ഷോപ്പ് പോലെ കണ്ടു, അർബൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ആരുമില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സമാധാനമായിട്ട് നമുക്കൊരു കോഫി കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ക്യാപ്പുച്ചീനോ പറഞ്ഞു. അങ്ങനെ അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാൻഡ്വിച്ചും ക്രോസോൺ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഞാൻ പക്ഷേ ഒരു കോഫി മാത്രമേ പറഞ്ഞുള്ളൂ, കാരണം എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഫുഡ് കഴിച്ച്, പിന്നെ ഏർലി മോർണിംഗ് ആണ്, ഒരു 6 മണി ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. എനിക്കങ്ങനെ അധികം കാര്യമായ വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ നമ്മുടെ സുഹൃത്ത് അവിടെ നല്ല രീതിയിൽ ക്യാപ്പുച്ചീനോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഞാനിങ്ങനെ നൈസായിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി 2 മാസം മുമ്പ് പോയി വന്നതുകൊണ്ട് അത്ര എക്സൈറ്റ്മെൻറ്റും ഇല്ല. എന്നാലും സന്തോഷം. ഈ ജോബിൻ്റെ ഒരു പ്രത്യേകത, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്. വർഷത്തിൽ ഇതിപ്പോൾ ഈ ജോലി കിട്ടിയതിന് ശേഷം 2ാമത്തെ തവണയാണ് ഞാൻ നാട്ടിൽ പോകുന്നത്. ഇനിയും എനിക്കൊരു 10 ഡേയ്സും കൂടെ ലീവ് ഉണ്ട് ഈ വർഷത്തിൽ. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ എൻ്റെ കോഫി പുള്ളിക്കാരി നല്ല രീതിയിൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തു തരാണ്. എനിക്കത് കാണണമെന്നുണ്ടായിരുന്നു, അത് പറയാൻ ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തേനെ. അങ്ങനെ എൻ്റെ കോഫി ക്യാപ്പുച്ചീനോ റെഡിയായി. നല്ല ഭംഗിയിൽ പുള്ളിക്കാരി അതിന് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇനി നേരെ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് പോകാമെന്ന് കരുതി. ഗേറ്റിലേക്ക് അങ്ങനെ കോഫി, നല്ല ഒരു കോഫി ആയിരുന്നു കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ പലയിടത്തും ഇതുപോലെ കോഫി, ലാറ്റെ, ക്യാപ്പുച്ചീനോ അതൊക്കെ കുടിക്കുമ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെടാറില്ല. അതൊരു കറക്റ്റായിട്ട് അതിൻ്റെ ഒരു എനിക്ക് വേണ്ട രീതിയിൽ അത് എത്താറില്ല. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് കറക്റ്റ് പറ്റിയ ഒരു ലെവലിലായിരുന്നു അതിൻ്റെ എല്ലാം ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേറെ ഒരു സ്ഥലത്ത് വേറൊരു ഗേറ്റിൻ്റെ അവിടെ പോയിരുന്ന് ഞാനിങ്ങനെ കോഫിയൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ചുമ്മാ ഫോണിൽ ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടും ബോറടിച്ചു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ നടന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നു. എയർപോർട്ടാണല്ലോ, നമുക്ക് വിശാലമായി കിടക്കല്ലേ, ഇവിടെ വേണമെങ്കിൽ പോയിരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് റാമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. മോർണിംഗിലെ റാമ്പിലെ കാഴ്ചകൾ. ഞാൻ പലർക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഞാൻ ഇൻഡിഗോ എയർലൈൻസിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിൻ എയർപോർട്ടിൽ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ഈ റാമ്പ് ഏരിയാസിലായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ അയവിറക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേനും എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ലാൻഡായി. ഫ്ലൈറ്റ് ടാക്സി വേന്ന് പാർക്കിംഗ് പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗേറ്റ് ഓപ്പണായി. നേരെ ഞാൻ എൻ്റെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഒക്കെ ആയിട്ട് ക്യൂ നിന്ന് സ്കാൻ ചെയ്ത് അങ്ങനെ പ്രീ ബോർഡിങ് കഴിഞ്ഞ് നേരെ ഗേറ്റിനകത്ത് കയറിയിരിക്കുകയാണ്.
അപ്പോൾ അതാ എത്തിഹാദിൻ്റെ ഒരു കൂറ്റൻ എയർക്രാഫ്റ്റ് അവിടെ വന്ന് കിടപ്പുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ അവിസ്മരണീയമായി ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു, എയർക്രാഫ്റ്റിലേക്ക് പ്രൊസീഡ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. എൻ്റെ സീറ്റ് ഇത്തവണ ഫ്രണ്ടിലായിരുന്നു, 2F ഫ്രണ്ട് സെക്കൻഡ് റോയിലായിരുന്നു വിൻഡോ സീറ്റ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതാ എയർക്രാഫ്റ്റിൽ റീഫ്യൂലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സീറ്റിൽ കയറിയിരുന്നു. നല്ല എനിക്കെന്തോ എയർ അറേബ്യ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം നല്ല ലെഗ് സ്പേസ് ഉണ്ട്, പിന്നെ ആണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലൈറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ഞാൻ അവരുടെ മാഗസീനും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കി. അപ്പോൾ ഈ ട്രാവൽ കിറ്റ് കണ്ടു. ഇത് ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മേടിക്കണം എന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഐ മാസ്ക്, ബ്ലാങ്കറ്റ്, പിന്നെ നെക്ക് പില്ലോ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല പ്രൈസായിട്ട് എനിക്ക് തോന്നി. 50 ദിറംസിന് ഇത്രയും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല ഡീലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് മേടിക്കണം എന്നുണ്ട്. അങ്ങനെ എയർക്രാഫ്റ്റ് മൂവായി തുടങ്ങി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എത്തിഹാദിൻ്റെ ഒരു വലിയൊരു കൂറ്റൻ 380 അവിടെ കിടപ്പുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ കാറ്ററിംഗ് ലോഡ് ചെയ്യാണ് കേട്ടോ 2 സൈഡിലായിട്ട്. അപ്പോൾ അങ്ങനെ എയർക്രാഫ്റ്റ് മൂവായി. അപ്പോൾ അങ്ങനെ പരന്നു കിടക്കുന്ന വിശാലമായ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പിറകിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ എയർക്രാഫ്റ്റ് മുൻപിലേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുതിപ്പ് ടേക്ക് ഓഫ് റൺ ആയിട്ടില്ല, എയർക്രാഫ്റ്റ് മൂവായി തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പതിയെ ടേക്ക് ഓഫ് റണ്ണായി എയർക്രാഫ്റ്റ്. നമ്മുടെ എന്താ പറയുക, താഴെ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ താഴെ ആക്കിക്കൊണ്ട് എയർക്രാഫ്റ്റ് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കൊച്ചി എന്ന ചെറിയ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എൻ്റെ എയർക്രാഫ്റ്റ് പറന്നുയർന്നു കേട്ടോ. താഴെ സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം, എയർക്രാഫ്റ്റൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം, റൺവേസ് കാണാം. അപ്പോൾ അങ്ങനെ അതൊക്കെ താഴെ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. താഴെ അബുദാബി എന്ന നഗരത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, റോഡ് കാര്യങ്ങൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അബുദാബി നഗരത്തോട് വിട പറഞ്ഞുകൊണ്ട് അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇനി ഈ ഒരു പൊടിപടലങ്ങളിൽ നിന്നൊക്കെ കൊച്ചി എന്ന നമ്മുടെ കേരളത്തിലെ കൊച്ചി എന്ന കൊച്ചി എയർപോർട്ടിലേക്ക് ഞാൻ പറന്നുയർന്നു. അപ്പോൾ ഇനി ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കാണാൻ, നാട്ടിലിപ്പോൾ മഴയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ആസ്വദിക്കാനുള്ളൊരു ത്രില്ലിലാണ് ഞാനിപ്പോൾ ഈ എയർക്രാഫ്റ്റിലിരിക്കുന്നത്. കാരണം മഴ കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു 2 വർഷത്തിന് മേലെയായി എന്ന് പറയാൻ പറ്റില്ല. UAE വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞാൻ UAE ആ മഴ ഞാൻ കണ്ടായിരുന്നു, ആസ്വദിച്ചായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലെ മഴ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് എയർബോണായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് എയർ അറേബ്യയ്ക്ക് സ്കൈ ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമ, അതേപോലെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനതൊന്നും യൂസ് ചെയ്തില്ല. കാരണം ഓൾറെഡി ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് സിനിമകൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കോഫിക്ക് കപ്പ് മാത്രമേ അവർ തന്നുള്ളൂ, എന്താണെന്നറിയില്ല. ഹോട്ട് വാട്ടർ നമ്മൾ ചോദിക്കുമ്പോഴേ തരുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്തു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. സംഭവം 2 സോസേജ്, പിന്നെ ഒരു ഓംലെറ്റ്, പിന്നെ എന്തായിരുന്നു ഒരു എന്തോ നഗറ്റല്ല, എന്തോ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ ഒരു സംഭവം, പിന്നെ ഒരു ബൺ, അത്രയാണ് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ കാണുന്ന സിനിമ ഇരട്ട എന്ന് പറയുന്ന ജോജു ജോസഫിൻ്റെ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വെറുതെ പ്ലേ ചെയ്തതാണ്. പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സിനിമ ചേഞ്ച് ചെയ്തു. ഒരു ഇംഗ്ലീഷ് പടം കാണാമെന്ന് കരുതി. ട്രോൾ എന്ന് പറയുന്ന ഒരു മൂവിയാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടോ, ഞാൻ വാഷ്റൂമിൽ പോകാൻ എണീറ്റപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ ഈ മൊബൈൽ വെക്കുന്ന ഈ സ്റ്റാൻഡ് ഞാൻ എടുത്തു കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ മിനിസോന്ന് വാങ്ങിയ സംഭവമാണ് കേട്ടത്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോഴത്തേനും ക്യാബിൻ ക്രൂ എനിക്ക് എൻ്റെ ഈ കോഫിയും എനിക്ക് റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മൂവിയൊക്കെ കണ്ടുകൊണ്ട് പുറത്തെ ആകാശ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കോഫി കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ച് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ആണെങ്കിൽ ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നാട്ടിൽ പോകാൻ തോന്നുന്നു. എയർക്രാഫ്റ്റിൽ ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്ത് ആരും ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫ്രണ്ടിലെ സീറ്റ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ
എടുത്തതാണ് കേട്ടോ, ബുക്ക് ചെയ്തെടുത്തതാണ്. ഈ സീറ്റിന് എക്സ്ട്രാ ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഈ സീറ്റ് ഞാൻ ബുക്ക് ചെയ്തത്. ഫ്രണ്ടിലുള്ള സീറ്റുകൾക്ക് എനിക്ക് തോന്നുന്നു 4th or 5th റോ വരെയുള്ള സീറ്റുകൾക്ക് നമ്മൾ പൈസയുണ്ട് ബുക്ക് ചെയ്യുമ്പോൾ, പ്രീ ബുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത സീറ്റാണ്. കാരണം എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഒരു എയർക്രാഫ്റ്റിൻ്റെ ഒരു 20th റോയോ 21 ആ ഒരു റോയിലായിരുന്നു എനിക്ക് സീറ്റ്. ഫുൾ ഫ്ലൈറ്റ് ആയിരുന്നു, ഞാൻ വിൻഡോ സീറ്റായിരുന്നു. ഞാൻ ആകെ സഫക്കേറ്റഡ് ആയിരുന്നു. ഫ്രണ്ടിലും പിന്നിലും ആകെ സൈഡിലും എല്ലായിടത്തും ആൾക്കാരായിട്ട് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഞാൻ സീറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ സംഭവം ഞാൻ വാങ്ങിയിട്ടോ, ഈ ട്രാവൽ കിറ്റ് എയർ അറേബ്യയുടെ 50 dirhams ആയിരുന്നു. പക്ഷേ അതൊരു നല്ല ഡീലായിട്ട് തോന്നി. നമ്മളിങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി കാഴ്ചകളൊക്കെ കണ്ട് എയർക്രാഫ്റ്റ് ഡിസെൻ്റായി തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷേ ഭയങ്കര ക്ലൗഡി ആയിരുന്നു ക്ലൈമറ്റ്. ഭയങ്കര ക്ലൗഡി ആയിരുന്നുകൊണ്ട് തന്നെ വ്യൂസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാലും അറബിക്കടലിനെ പിന്തള്ളിക്കൊണ്ട് കൊച്ചിയിലേക്ക് എയർക്രാഫ്റ്റ് ഇങ്ങനെ പറന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മേഘാവൃതമായിരുന്നു ആകാശം. അതുകൊണ്ട് തന്നെ ലാൻഡിങ് ടൈമിൽ നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. പ്ലസ് വ്യൂ അത്ര ക്ലിയർ ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, താഴെ ഞാൻ അതിരപ്പള്ളി വാട്ടർഫോൾ ആണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. പക്ഷേ എനിക്ക് എത്ര നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരുവിധമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ സന്തോഷം തോന്നിട്ടോ. എനിക്ക് അവിടെ പോകണം എന്നുണ്ട്. സമയം കിട്ടിയാൽ ഞാൻ അവിടെ പോവും. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇടാട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്ര ക്ലിയർ ആയിട്ട് എനിക്കത് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം നല്ല ക്ലൗഡി ആയിരുന്നതുകൊണ്ട് തന്നെ പുറത്തത്തെ കാഴ്ചകൾ അത്ര ക്ലിയർ ആയിരുന്നില്ല, വിസിബിൾ ആയിരുന്നില്ല. എന്നാലും ഒരുവിധം രീതിയിലൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് വീഡിയോ എടുത്തു. അങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയേനെ. പക്ഷേ എന്തോ മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടും പിന്നെ ഇങ്ങനെ ക്ലൗഡിയായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ലിയർ അല്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. വാട്ടെവർ, എന്തായാലും ഞാൻ ലാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. കണ്ടോ, ഇതൊക്കെ ഏത് പുഴയാണ് എന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ നാടിൻ്റെ പുഴയും തോടും കടലും ഭൂപ്രകൃതിയൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ ലാൻഡിങ് എന്ന് പറയുന്നത്. ടേക്ക് ഓഫ് പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ലാൻഡായി നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ടച്ച് ഡൗൺ ആയിട്ടില്ല. ബാക്കിലൊരു ഇൻഡിഗോ ടേക്ക് ഓഫിന് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ടച്ച് ഡൗൺ ആയിട്ടോ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഇവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്യുന്നില്ല. പക്ഷെ മഴ പെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ 2 ഇൻഡിഗോൻ്റെ എയർക്രാഫ്റ്റ് അവിടെ കിടപ്പുണ്ട്. ടെർമിനൽ 3 ലാൻഡായിട്ടുള്ളത്, ഇൻ്റർനാഷണൽ ടെർമിനലിൽ. അങ്ങനെ എയർക്രാഫ്റ്റ് ടാക്സി വേന്ന് നേരെ ഇനി പാർക്കിംഗ് പൊസിഷനിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാലങ്ങൾ ഓർമ്മ വരും. 2017 തൊട്ട് 2021 വരെ ഞാൻ ഇവിടെ ആയിരുന്നല്ലോ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടി ഫ്രീ ഏരിയാസിലെത്തി, കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ബാഗേജ് ബെൽറ്റിൻ്റെ അവിടെ എത്തി, അറൈവൽ ബെൽറ്റിൻ്റെ അവിടെ എത്തി. എൻ്റെ ലഗേജ് വരുമോ വരില്ലേ എന്നുള്ള ഒരു ടെൻഷനിലാണ്. എൻ്റെ ലഗേജ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് ഇനി നേരെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പുറത്തെത്തിയപ്പോഴാണ് എന്നെയും കാത്ത് ആരും അവിടെ ഇല്ലായിരുന്നു. എന്നെ റിസീവ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. റിസീവ് ചെയ്യാൻ ആൾക്കാർ വന്നിരുന്നു കേട്ടോ, എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. പക്ഷേ അവർ ട്രാഫിക്കിൽ പെട്ടുപോയി. അങ്കമാലിയിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെയും കാത്തുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ.